ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. 4 പേർക്കെതിരെ കേസെടുത്തു. ആരും പരാതിയുമായി എത്താത്ത പശ്ചാത്തലത്തിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിഗമനം. വിഷ്ണു സുരേഷ് നൽകും വിശദാംശങ്ങൾ. വിഷ്ണു, തുടർച്ചയായ ദിവസങ്ങളിൽ ആലുവയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകലുണ്ടാകുന്നു. പോലീസ് ഇതിനെ ഗൗരവതരമായി സമീപിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ആളുകൾ, ഒപ്പം ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുള്ളവരുടെ പശ്ചാത്തലം എന്തെന്നാണ് പോലീസിന്റെ സൂചന? ഗോകുൽ 40 വയസ്സ് പ്രായമുള്ള ആളെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കലാശിച്ചതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. നിലവിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുടെ സഹായത്താൽ ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇവർ നിലവിൽ നിരീക്ഷണത്തിലാണ്. ഈ നിരീക്ഷണത്തിലായ പശ്ചാത്തലത്തിലായിരിക്കും ഇവർ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതെന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തിയ വാഹനം, ആ വാഹനം ഇന്ന് ആലുവയിലേക്ക് എത്തിക്കും എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ആലുവ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഒരാളെ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് അയാളെ ആലപ്പുഴയിലേക്ക് ഉപേക്ഷിച്ച് സംഘം കടന്നു കളഞ്ഞു. ഇയാളെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തു. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘമാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ തട്ടിക്കൊണ്ടുപോയ ആളുടെ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒന്നും പോലീസ് പുറത്തുവിടില്ല. കാരണം പരാതി ആരും വരാത്തൊരു പശ്ചാത്തലത്തിലാണ് പോലീസ് സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയി ആളുകളെ, ഈ 4 അംഗ സംഘത്തെ ഏറെക്കുറെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് റൂറൽ പോലീസ് പങ്കുവെക്കുന്നത്. ഗോകുൽ. ശരി വിഷ്ണു, ഏതായാലും ആലുവയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ പ്രതികളെ ഏതായാലും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉടൻ പിടികൂടാനാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും തട്ടിക്കൊണ്ടുപോകൽ ഉപയോഗിച്ച കാർ ഇന്ന് ആലുവയിലേക്ക് എത്തിക്കുമെന്നതാണ് വിഷ്ണു നൽകുന്ന വിവരം.